ഈ ഭൂപതിയെ എനിക്കും നല്ല മുഖപരിചയ സാറേ. പറ, എവിടെ വെച്ച്? കുമാരനല്ലൂർ ക്ഷേത്രവിഗ്രഹത്തിന്റെ സാറേ എല്ലാവരും ഒരു സാധനം പൂജിക്കില്ല സാറേ. വിഗ്രഹം. വിഗ്രഹ കവർച്ച നടന്നപ്പോ അന്ന് ഞാൻ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു സാറേ. അന്ന് അമ്പല പരിസരത്തൂടെ അലഞ്ഞു എറിഞ്ഞു കിടന്ന ഒരു ഭ്രാന്തന്റെ മുഖമായിട്ട് ഈ ഭൂപതിയുടെ മുഖത്തിന് സാമ്യമുണ്ട് സാർ. പക്ഷേ എനിക്ക് എത്തിപ്പിടി കിട്ടുന്നില്ല സാർ. സാർ എനിക്കും ഒരു സംശയം. പറ. ഈ കാണിപ്പയ്യന്നൂർ അമ്പലത്തിൽ വിഗ്രഹം മോശം പോയ സമയത്ത് ആ അമ്പലപ്പറമ്പിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഭിക്ഷക്കാരന്റെ മുഖവുമായി ഈ പറഞ്ഞ സദാനന്ദ ഭൂപതിക്ക് ഏറെ സമയമുണ്ട് സാർ. എനിക്കും ഒരു എത്തും പിടിയും കിട്ടും. നിങ്ങൾക്ക് രണ്ടുപേർക്ക് എത്തും പിടിയും കിട്ടുന്നില്ലെങ്കിൽ എനിക്ക് എത്തും പിടിയും കിട്ടി. പല സ്ഥലങ്ങളിൽ പല വേഷങ്ങളിൽ കറങ്ങി നടക്കുന്ന ഈ സദാനന്ദ ഭൂപതി തന്നെയാണ് ഈ വിഗ്രഹ കവർച്ചയ്ക്ക് പിന്നിൽ. എടാ ഭൂപതി, ഞാനിതാ എത്തിക്കഴിഞ്ഞു. ഞാൻ സ്ഥലം എസ് ഐ പ്രേംലാൽ, ഒറിജിനൽ. വിഗ്രഹ കേസ് അന്വേഷണത്തിന്റെ ചാർജ് എനിക്കാണ്. താങ്ക് യു. ഇരുത്തുന്നവരെ എനിക്ക് താല്പര്യമില്ല. ഞാൻ വന്നത് സ്വാമിയോട് ചിലത് ചോദിച്ചറിയാനാണ്. സാറ് കുറച്ച് ഗൗരവത്തിലാണല്ലോ. ഗൗരവം എന്റെ ജന്മഭാവമാണ്. എനിക്ക് ഗൗരവമുള്ളവരെ ഏറെ ബഹുമാനവും ഇഷ്ടവുമാണ്. സാർ ആൾത്തറയിലോട്ട് കയറിയിരുന്ന. താങ്ക് യു. എനിക്ക് നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. നിങ്ങൾ ആരാണ് ജ്യോത്സ്യം പഠിപ്പിച്ചത്? ആരും പഠിപ്പിച്ചതല്ല, പിന്നെ പാരമ്പര്യ നിയോഗമാണ്. ചോദിക്കുന്നതിൽ പരിഭവം തോന്നരുത്. ആലത്തൂർ വിഗ്രഹം മോഷണം നടത്താൻ യാചകനായി വേഷമിട്ടത് നിങ്ങളായിരുന്നില്ല? ആയിരുന്നു. അല്ല എന്ന് പറയാൻ ശ്രമിച്ച ആയിരുന്നു. അതെ. അപ്പോൾ സംശയമില്ല, കാണിപ്പയ്യന്നൂർ വിഗ്രഹമോഷണത്തിലെ ഭ്രാന്തനും നിങ്ങളായിരുന്നു. അതും ഞാനായിരുന്നു. ഇയാൾക്ക് വട്ടാണ്. മനസ്സിലായി. എന്റെ ബൗണ്ടറിയിൽ കിടന്ന് ഗോൾ അടിക്കാനാണ് തന്റെ ശ്രമമെങ്കിൽ അത് ഞാൻ അനുവദിക്കില്ല. ഏത് ഭൂലോക പതിയാണെങ്കിലും ശരി. താങ്കൾ ഇങ്ങോട്ടൊന്നും വരൂ. എന്തിന്? ഒരു കാര്യം പറയാൻ. എനിക്കങ്ങനെ ഒളിയും മറയൊന്നുമില്ല. എല്ലാരും കേൾക്കത്തക്ക രീതിയിൽ തുറന്നു പറഞ്ഞാ മതി. ഞാനൊരു തുറന്ന പുസ്തകമാണ്. എനിക്കാരെയും പേടിയില്ല. ധൈര്യമായിട്ട് തുറന്നു പറഞ്ഞോളൂ. മാർക്ക് ലിസ്റ്റ്. ഒരു മിനിറ്റ്, എല്ലാരും പുറത്തു പോക്കോ. പിന്നെ അകത്ത് വരാം. മാർക്ക് ലിസ്റ്റ് തിരുത്തിയാണ് ഡിഗ്രി സമ്പാദിച്ചെന്ന് ഈ നാട്ടുകാർക്ക് അറിഞ്ഞൂടാ, പോലീസ് ഡിപ്പാർട്ട്മെന്റിന് അറിഞ്ഞൂടാ. പക്ഷെ എനിക്കറിയാം. ഞാനത് ഡിപ്പാർട്ട്മെന്റിൽ പറയും. വെള്ളം തലമണ്ടയിൽ കയറരുത്. നിങ്ങളോട് ഇത് ആര് പറഞ്ഞു? ദയവ് ചെയ്ത് ഇത് മറ്റുള്ളവരോട് പറഞ്ഞ് എന്റെ കഞ്ഞിയിൽ പാറ്റിയിടരുത്. മര്യാദയാണെങ്കിൽ മര്യാദ, അല്ലെങ്കിൽ ഞാനിത് അയ്യോ വേണ്ട, ഞാൻ മര്യാദക്കാരനാണ്. എന്തിനാ വെറുതെ നാറ്റിക്കുന്നത്? ഇന്നു മുതൽ സാറാണ് എന്റെ ഗുരു. സദാനന്ദ ഭൂപതിയേ നമഃ. ശരി, വരട്ടെ. എന്തായി സാർ? നമ്മൾ വിചാരിക്കുന്ന ആളെയല്ല, ഇദ്ദേഹം മഹാനുഭൂപതിയാണ്. നിക്കണ്ട നിക്കണ്ട. ശരി, ഞങ്ങൾ ശരിയാ. കെട്ടിയോൻ എങ്ങോട്ട് പോയെന്ന് നിനക്ക് ഒരു വിവരവും ഇല്ല. ഗുരുവായൂർക്ക് പോയതാണ് സർ. എല്ലാ 1-ാം തീയതിയും ഗുരുവായൂർക്ക് തൊഴാൻ പോകുന്ന പതിവുള്ളതാ. 3 ദിവസം കഴിഞ്ഞ് തിരിച്ചെത്താറുണ്ട്. ഇപ്പൊ 3 ദിവസം എന്ന് പറഞ്ഞിട്ട് 6 ദിവസമായല്ലോ. ചിലപ്പോ ചില ബിസിനസ് കാര്യങ്ങൾക്കായി 2-3 ദിവസം വൈകാറും പതിവുണ്ട്. സ്വന്തം വാഹനത്തിലാണോ പോവാറ്? അല്ല, ട്രെയിനിലാ പോയത്. കാർ ഷെഡിലുണ്ട്. പുള്ളിക്ക് വിഗ്രഹങ്ങൾ വിൽക്കുന്ന പണിയാണല്ലേ? ഹാൻഡിക്രാഫ്റ്റിന്റെ ഷോപ്പാ. എന്നാ ഈ ബിസിനസിന്റെ കൂടെ വിഗ്രഹത്തിന്റെ ബിസിനസും കൂടെ ഉണ്ടെന്ന് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. വന്നാ ഉടനെ തന്നെ സ്റ്റേഷനിൽ വന്ന് SP കാണാൻ പറഞ്ഞു. നമ്മുടെ സാറാരാ? അദ്ദേഹത്തെ വന്ന് കാണാൻ പറയണം. സംഭവത്തിന്റെ ഗൗരവം അറിയാവല്ലോ. പിന്നെ ഞങ്ങളുടെ സാറ് ഭയങ്കര വാശിയില്ല. തുറന്നിട്ടുണ്ട്. നായരേട്ടാ, 3 ചായ സ്ട്രോങ് ആയിട്ട് വേഗം ആയിക്കോട്ടെ. എന്തോ അത്ര പെട്ടെന്ന് വേണമെങ്കിലേ എന്റെ മക്കൾ വീട്ടിൽ ചെന്ന് കുടിച്ചാൽ മതി. അല്ലെങ്കിൽ ആ ചെയ്താലും വരുന്നവരെ കാത്തു നിന്നേ പറ്റൂ. എന്നാ പിന്നെ അതുവരെ പരിപ്പോടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നീ വേറെ എന്തെങ്കിലും ഒന്നേ ഉള്ളൂടാ. അതല്ലേ എടുത്തത്. ഇവൻ ശരിക്കും എന്നുള്ളൂ. ഇവൻ ഇത് പരിപ്പോടെ കരിമുട്ടിയുടെ വെജിറ്റബിൾസ് കുടിച്ചോളൂ. ഞാൻ പറഞ്ഞേക്കാം. എന്താണെന്നായിരുന്നു? മനുഷ്യനെ കൊല്ലാനായിട്ട് പരിപ്പോടറില്ല ആണി തിരികെ വെച്ചേക്കടാ. കൃഷ്ണ ഭഗവാനെ, നീ എന്റെ പ്രാർത്ഥന കേട്ട് ഒരാഴ്ചയായി ചിലവരെ ഇളകിപ്പോയി ആണി അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. ആഹാ, അപ്പൊ റിലീസ് കഴിഞ്ഞ 5-6 ദിവസം കഴിഞ്ഞ് പരിപ്പോടയിൽ തന്നെ എനിക്ക് തിന്നത്. എന്താണ്
എടാ നിന്റെ തിരുമോത്ത ഇങ്ങോട്ട് കൊണ്ടുപോടാ അത് കാണട്ടെ. എടാ നീ എടാ പറഞ്ഞത് ഇളകി പോയ ചെലവിടാണ് ഉപ്പുമാവിനകത്ത് പോയെന്ന്. ദേ ഇപ്പൊ പരിപ്പടക്കകത്ത് കിട്ടി. ഇവൻ വാ തുറന്ന നുണയെ പറയത്തുള്ളൂ. ഞാൻ നുണയൊന്നും പറയില്ല. ബാക്കി ഉണ്ടായിരുന്ന ഉപ്പാവും കൊണ്ട് പരിപ്പൂട ഉണ്ടായി കഴിഞ്ഞാൽ അത് പരിപ്പൂടയിലേക്ക് പോകും. അതെന്റെ കുറ്റമാണ്. എന്റെ കാലയിലല്ല ബ്രേക്കിൽ ചവിട്ടുന്നുണ്ട് സാർ. നിക്കാത്ത എന്റെ കുഴപ്പമില്ല. ദേ നിന്ന് എന്ത് വണ്ടിയായത്? വാ, മിണ്ടാതെ രണ്ടുപേര് എന്റെ പുറകെ ഫോളോ ചെയ്തോളണം. ഓക്കെ? ദേ ആ കാടുന്ന അമ്പലത്തിന്റെ മതിൽ ചാടിയാൽ രക്ഷപ്പെട്ടു. കമാൺ. ഇയാക്കിത് എന്തിന്റെ കേടാ ഇത്? എനിക്ക് ഫോൺ വന്ന സമയത്ത് ഞാനും എന്റെ ഭാര്യ സുഖമായിട്ടൊരു പുതപ്പിനടി കിടന്ന് ഉറങ്ങുമായിരുന്നു. ആ പുതപ്പിനടിയിൽ നിന്ന് ഒറ്റ വരവായിരുന്നു കൂടെ. അറിയാം ഇയാൾക്ക് വല്ല വട്ടുണ്ടോ? ആർക്കറിയാം ഈ നട്ടപ്പാരയ്ക്ക് നമ്മളെ വിളിച്ചിട്ട് അമ്പലത്തിലേക്ക് വരാനായിട്ട്. അതറിയാൻ മേലേ ഇയാളുടെ ഭാര്യ ചില പ്രശ്നക്കാരിയാ. ആരുമായിട്ട്? ആരുമായിട്ട് വല്ലടോ. ഇങ്ങനെ പെണ്ണുമ്പിള്ള ഭയങ്കര കൂർക്കമ്പലിക്കാരിയാ. കൂർക്കമ്പലി കാരണം ഇങ്ങേർക്ക് അവിടെ കിടന്ന് ഉറങ്ങാൻ മേല. അതുകൊണ്ടാണ് ഇങ്ങനെ നൈറ്റ് ഡ്യൂട്ടിക്ക് ഇറങ്ങുന്നത്. അതൊരു 3-3:30 രാത്രി വരെ ഈ കൂർക്കമ്പലിയെ കൊണ്ടിരിക്കും. അത്രയും നേരം ഇങ്ങേർക്ക് നൈറ്റ് ഡ്യൂട്ടിയാ. അത് കഴിയിട്ട് ഇങ്ങനെ വീട്ടിൽ ചെല്ലുള്ളൂ. ശബ്ദിക്കരുത്. താൻ അതുവഴി ചാട്, താൻ ഇതുവഴി. എടാ നീയൊക്കെ അവിടെ നിൽക്കുകയാണല്ലേ? മനുഷ്യൻ ഇവിടെ ഒറ്റക്കിട്ടിട്ട് അതായത് 1980 എടോ വൃത്തിയോട്ടവന്മാരെ, എന്നെ കുതിരയ്ക്ക് കൊടുത്തിട്ട് നിങ്ങൾ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുകയാണല്ലേ? കുതിരയല്ലല്ലോ, കുരുതിക്ക് കൊടുത്തിട്ട് നിങ്ങൾ ഇവിടെ നിൽക്കുകയാണല്ലേ? സാറേ ഞങ്ങൾ വലിയൊരു ചർച്ചയിലാണ്. തന്റെയൊക്കെ ഒരു ചർച്ച കേട്ടിക്കളയാൻ ഞാൻ പോകുന്ന വഴിക്ക് എനിക്ക് അവിടെ വെച്ച് എന്തെങ്കിലും സംഭവത്തിരുന്ന ഞാൻ വീട്ടിൽ ചെന്ന് അവളടുത്ത് എന്തോന്നും പറഞ്ഞു. ഇതാണ് ഞാൻ നിങ്ങളെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകാൻ. നിങ്ങൾക്ക് എന്റെ വിഷമറിയില്ല. അവിടെ വെച്ച് സാറ് ഞങ്ങള് വേണ്ട നമ്മളൊരു ദിവസം ഒന്നിച്ച് ഇവിടെ ഡ്യൂട്ടിക്ക് പോയില്ലായിരുന്ന. ഞാൻ പറയുന്നത് കേട്ട് രണ്ടുപേർക്ക് എന്നോടൊപ്പം നിൽക്കാൻ പറ്റിയില്ല എങ്കിൽ സത്യമായിട്ട് ഞാൻ സാറിനോട് പറയും. ഇല്ല സാർ ഞങ്ങൾ നിൽക്കാം. ഉറപ്പാണ് കൂടെ നിൽക്കണം. അപ്പൊ നമ്മൾ 3 പേരും കൂടെ മതിൽ ചാടുന്നു. ഓക്കെ? ഒന്ന് ചോദിച്ചോട്ടെ, ഇവിടെ ആകെപ്പാടുണ്ടായിരുന്ന വിഗ്രഹം ആമ്പിള്ളേർ അടിച്ചോണ്ട് പോയി. ഇപ്പൊ ഇവിടെ തൊഴാൻ തന്നെ ആരും വരാറില്ല. ഇനി ഇതിന്റെ പുറകെ അന്വേഷണം വേണോ? ഇവിടെ വിഗ്രഹം മാത്രമേ ക്ഷേത്രത്തിൽ നിന്ന് അടിച്ചോണ്ട് പോയിട്ടുള്ളൂ. അതിനേക്കാൾ വിലപിടിപ്പുള്ള പലതും ക്ഷേത്രത്തിനകത്തുണ്ട്. അതെടുക്കാൻ ആ കള്ളൻ ഭൂപതി വരാതിരിക്കില്ല. അവിടെ നമ്മൾ ചാടിക്കടന്ന് കാത്തിരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും തുമ്പ കിട്ടാതിരിക്കില്ല. എന്തിനാ സാറേ നമ്മൾ ഇവിടെ നിന്ന് തൂമ്പ കൊണ്ടോണേ? ഇഷ്ടം പോലെ തൊണ്ടി കിട്ടിയ തൂമ്പ നമ്മുടെ സ്റ്റേഷനിൽ എടോ തൂമ്പയല്ല, തുമ്പ്. തുമ്പ് ജമ്പന്റെ തുമ്പന്റെ ജമ്പന്റെ തുമ്പന്റെ ജമ്പന്റെ തുമ്പല്ലട. ഈ ജമ്പന്റെ തുമ്പന്റെ എന്ന് പറഞ്ഞ ഈശ്വര, ഈ തുമ്പ എങ്ങനെ ഓമർക്ക് പറഞ്ഞു മനസ്സിലായില്ലേ? ശരി, എന്നാൽ 2 പേരും എന്നോടൊപ്പം വരുന്നു. നമ്മൾ 3 പേരും കൂടി മതിൽ ചാടുന്നു. ഓക്കെ? എന്താ സാറേ മതിൽ ചാടിയപ്പോ എന്തോ എതക്കേട് പറ്റി. പിന്നെ സമയം കളയണ്ട. താൻ ഇതിലേ പൊക്കോ, താൻ ഇതിലേയും പൊക്കോ. സാറേ ഇവിടെ പ്രോതപ്രീതയുടെ പ്രേതപ്രീതയില്ലേ? അല്ല ഞാൻ പഠിച്ചോണ്ട് സാറേ മറന്നുപോയതാ. എനിക്ക് രാത്രി പേടിപ്പിക്കുന്ന സ്ഥലത്തിന്റെ പ്രേതവും ഭൂതവും അതിന്റെ ശല്യമുള്ള സാറേ. തന്നെ ഇവിടെ പാലയുണ്ട് സാറേ. പാല ഇവിടെ ഇല്ലടോ, അങ്ങ് കോട്ടയത്തല്ലേ? അതല്ല, ലക്ഷ്യ തറച്ച പാലയുണ്ട് സാറേ. അവിടെ എടോ താൻ ഇതുവരെ പോയില്ലേ? തന്നോട് അങ്ങോട്ട് പോകാനല്ലേ പറഞ്ഞത്? പറഞ്ഞ പോലെ ആ സദാനന്ദ ഭൂപതി ഇതിനകത്ത് കടന്നാൽ ഉടനെ പിടിച്ചിരിക്കണം. ഓക്കെ? എന്നാ വിട്ടോ. ഇവന്മാരെ കൊണ്ട് ഞാൻ തോറ്റ്. ഇവിടെ നിന്നോനും പോവാം. ഇനി പ്രേതവും കാണുമോ? ശല്യങ്ങൾ പോയി, രക്ഷപ്പെട്ട്. അവന്മാര് പോയി പിടിച്ചിട്ട് വരട്ടെ. രാത്രി എനിക്ക് വയ്യ, ഞാനിവിടെ ഇരിക്കാം. പേടിയായിട്ട് പാടില്ല. അവൻ ഭഗവാനെ വെച്ചിട്ട് വരട്ടെ, നമുക്കതുവരെ കുഞ്ഞിരിക്കാം. ഇവിടെ ആരുമില്ലെന്നേ. അയാൾക്ക് ഞാൻ ഏക്കാലും ഇവിടെ ഇരിക്കാൻ പോയി. ഇവിടെ ഇരിക്കും. ഞാൻ പറഞ്ഞില്ല അയാൾക്ക് ഭ്രാന്താണെന്ന്. ഞാൻ അന്നേരം പറഞ്ഞില്ല അയാൾക്ക് നട്ടഭ്രാന്താണെന്ന്. ആ ഭ്രാന്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ വൈഫിനെ ഒന്ന് വിളിക്കട്ടെ. ഏത് വൈഫിന്? തന്റെ വൈഫിനെ. ഇടോ ഇവനിതെവിടെ പോയി കിടക്കുക? ഇതെന്തൊരു കഷ്ടമെന്ന് നോക്കണേ. പണ്ടാതങ്ങനായിട്ട് ഇവനിത്
ആരോടെ കിടന്ന് ഒച്ച വെച്ചേ? താനാണോ ഒച്ച വെച്ചത്? ഞാനല്ല ഒച്ച വെച്ചത്, താനല്ല ഒച്ച വെച്ചത്. ഞാൻ ഒച്ച വെച്ചില്ലടോ. എന്നാലും ഒരു ഒച്ച കേട്ടല്ലോ. എന്തായാലും ഒരു കാര്യം ചെയ്യാം. ഇവിടെ എവിടെയോ ഭൂതോ പ്രേതോ പിശാശോ ഉള്ളത് ശരിയാ. ഇവിടെ ഇരിക്കുക. രണ്ടാലെന്ന് അറിഞ്ഞിട്ട് തന്നെ